Subscribe now and press the bell icon. Never miss an update. Hi students, welcome to accounting class. ഇവിടെ അക്കൗണ്ടിങ്ങിന്റെ പുതിയൊരു ക്ലാസ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. അപ്പോൾ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ മെയിനായിട്ട് ഡിസ്കസ് ചെയ്യുന്നത് അക്കൗണ്ടിങ്ങിൽ നമ്മൾ സാധാരണ രീതിയിൽ ഉപയോഗിക്കുന്ന കുറച്ച് ടേംസ് ആണ്. അതായത് ബേസിക് അക്കൗണ്ടിങ് ടേംസ്. അക്കൗണ്ടിങ്ങിൽ നമ്മൾ സാധാരണ രീതിയിൽ ഒരു സ്ഥാപനത്തിൽ ഉപയോഗിക്കുന്ന കുറച്ച് വാക്കുകളാണ് നമ്മൾ പരിചയപ്പെടാൻ പോകുന്നത്. അതിൽ ഒന്നാമത്തെ വേർഡ്സ് അല്ലെങ്കിൽ ഒന്നാമത്തെ ടേം എന്ന് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ്. It means any business events or dealings which have value measurable in terms of money and money's worth between the business and others. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന മണിയിൽ അല്ലെങ്കിൽ ക്യാഷ് ആയിട്ട് വാല്യൂ ഉള്ള മണിയുടെ വാല്യൂ ഉള്ള ഡീലിങ്സിനെയാണ് അല്ലെങ്കിൽ കൈമാറ്റങ്ങളെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ മണിയുടെ വാല്യൂ ഉള്ള എന്തെങ്കിലും ട്രാൻസാക്ഷൻസ് മറ്റു കമ്പനിയുമായിട്ടോ അതല്ലെങ്കിൽ മറ്റ് സ്ഥാപനങ്ങളായിട്ടോ അതല്ലെങ്കിൽ വേറെ ഏതെങ്കിലും പേഴ്സൺസുമായിട്ടോ നടക്കുന്ന ട്രാൻസാക്ഷൻസിനെയാണ് അല്ലെങ്കിൽ കൈമാറ്റത്തിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. ഇറ്റ് മേ ബി ക്യാഷ് ഓർ ക്രെഡിറ്റ് ഓർ ബാർട്ടർ സിസ്റ്റം. ഈ ഒരു കൈമാറ്റം എന്തായിരിക്കാം? ചിലപ്പോൾ ക്യാഷ് ബേസിലായിരിക്കാം, ക്യാഷ് കൊടുത്തിട്ട് പകരം എന്തെങ്കിലും വാങ്ങുന്നത്. അതല്ലെങ്കിൽ കടത്തിനായിരിക്കാം, നമ്മൾ ക്യാഷ് അപ്പൊ പേയ്മെന്റ് ചെയ്യാതെ പിന്നീട് തരാമെന്നുള്ള എഗ്രിമെന്റിൽ നമ്മൾ ഒരു സാധനം വാങ്ങുന്നതായിരിക്കാം. അതല്ലെങ്കിൽ ഒരു സാധനം കൊടുത്ത് അതിന് പകരം വേറൊരു സാധനം വാങ്ങുന്നതായിരിക്കാം. എന്തായാലും ആ ബിസിനസിന്റെ മണി വാല്യൂ ഉള്ള എന്തെങ്കിലും കൈമാറ്റങ്ങളെയാണ് നമ്മൾ ബിസിനസ് ട്രാൻസാക്ഷൻസ് എന്ന് പറയുന്നത്. പിന്നെ അതിൽ പറയുന്ന മറ്റൊരു വേർഡാണ് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ്സ്. ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറഞ്ഞാൽ ആ ബിസിനസ് സ്ഥാപനം അവരുടെ അക്കൗണ്ടിങ്ങിന്റെ റിസൾട്ട് അറിയാൻ വേണ്ടി അല്ലെങ്കിൽ ഫിനാൻഷ്യൽ പൊസിഷൻ അറിയാൻ വേണ്ടി ചെയ്യുന്ന അക്കൗണ്ടിങ്, ഒരു വർഷത്തിൽ അവർ ചെയ്യുന്ന അക്കൗണ്ടിങ്ങിനെയാണ് അല്ലെങ്കിൽ സ്റ്റേറ്റ്മെന്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് എന്ന് പറയുന്നത്. മെയിനായിട്ട് സാധാരണ രീതിയിൽ ചെയ്തു വരുന്ന രണ്ട് ഫിനാൻഷ്യൽ സ്റ്റേറ്റ്മെന്റ് ആണ്. ഒന്ന് പ്രോഫിറ്റ് ആൻഡ് ലോസ് അക്കൗണ്ടും അതേപോലെ ബാലൻസ് ഷീറ്റ്. ബാലൻസ് ഷീറ്റിൽ 3 കമ്പോണൻസ് ആണ്, 3 ഭാഗങ്ങളാണ് ബാലൻസ് ഷീറ്റിലുള്ളത്. അതിൽ ഒന്ന് അസറ്റ്, മറ്റൊന്ന് ലാബിലിറ്റി, വേറൊന്ന് ക്യാപിറ്റൽ. ഇങ്ങനെ 3 കമ്പോണൻസ് ആണ് ഒരു ബാലൻസ് ഷീറ്റിൽ അടങ്ങിയിട്ടുണ്ടാവുക. അടുത്ത് പറയുന്നത് അസറ്റ്. അടുത്തൊരു ടേമാണ് അസറ്റ്. ദീസ് ആർ മെറ്റീരിയൽ ഓർ തിങ്സ് ഓർ പൊസഷൻസ് or properties of business including the amount due to it from others. അതായത് ബിസിനസ് സ്ഥാപനത്തിന്റെ പ്രോപ്പർട്ടിയെ അവർക്ക് വാല്യൂ നിശ്ചയിക്കാൻ പറ്റുന്ന, അവർക്ക് അവരുടേതായിട്ടുള്ള ഒരു വാല്യൂ നിശ്ചയിക്കാൻ പറ്റുന്ന പ്രോപ്പർട്ടിയെ അല്ലെങ്കിൽ ഒരു വസ്തുവിനെയാണ് നമ്മൾ അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് പല രീതിയിലുണ്ട്, അതേതൊക്കെയാണ് നമുക്ക് പറയാം. അതിന് മുന്നേ അസറ്റ് എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിന്റെ ആസ്തി എന്ന് പറയും മലയാളത്തില്. ആ സ്ഥാപനത്തിന് അല്ലെങ്കിൽ അയാളുടെ വാല്യൂ, അയാൾക്ക് അതിന്റെ വില കണക്കാൻ പറ്റുന്ന എന്തെങ്കിലും വസ്തു ആ സ്ഥാപനത്തിൽ ഉണ്ടെങ്കിൽ അതിന് പറയുന്ന പേരാണ് അസറ്റ് എന്ന് പറയുന്നത്. അസറ്റിനെ നമ്മൾ രണ്ടായിട്ടാണ് തരംതിരിക്കുന്നത്. ഒന്ന് ഫിക്സഡ് അസറ്റ്, മറ്റൊന്ന് കറന്റ് അസറ്റ്. അത് ഫിക്സഡ് അസറ്റ് എന്താണെന്ന് നോക്കാം. ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ assets which are acquired for relatively longer period for carrying in the business are called fixed asset. Fixed asset എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനത്തിൽ കൂടുതൽ കാലം നിലനിൽക്കുന്ന ആസ്തികളെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. ആ ഒരു അസറ്റ് എന്തായിരിക്കും? ആ സ്ഥാപനത്തിൽ ഒരുപാട് കാലം അവിടെ നിലനിൽക്കും. അങ്ങനത്തെ അസറ്റിനെയാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ബിൽഡിംഗ്, അതേപോലെ മെഷീനറി ഐറ്റംസ്. ഇതൊക്കെ അതിനൊരു എക്സാമ്പിൾ ആയിട്ട് പറയാം. ഫിക്സഡ് അസറ്റിനെ നമ്മൾ വീണ്ടും 4ആയിട്ട് തരംതിരിക്കുന്നുണ്ട്. 4ആയിട്ടാണ് ഫിക്സഡ് അസറ്റിനെ തരംതിരിക്കുന്നത്. അതേതൊക്കെയെന്ന് നോക്കാം. അതിൽ ഒന്നാമത് പറയുന്നത് ടാഞ്ചിബിൾ അസറ്റ്. ഇറ്റ് മീൻസ് അസറ്റ് ഹാവിംഗ് ഡെഫിനിറ്റ് ഷേപ്പ് ഓർ ഫിസിക്കൽ ബോഡി ആർ കാൾഡ് ഫിക്സഡ് അസറ്റ്. ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറഞ്ഞാൽ നമുക്ക് പെട്ടെന്ന് കാണാൻ പറ്റുന്ന ഷേപ്പും അതേപോലെ കാണാൻ പറ്റുന്ന ഒരു വസ്തുവുമുള്ള, അല്ലെങ്കിൽ നമുക്ക് കാണാനും ടച്ച് ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ അത് മനസ്സിലാക്കാൻ പറ്റുന്ന രൂപമുള്ള ഒരു അസറ്റിനെയാണ് നമ്മൾ
ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതായത് ആ അസറ്റ് നമുക്ക് എന്ത് ചെയ്യാം, ആ സ്ഥാപനത്തിൽ അതിനൊരു പ്രത്യേക ഷേപ്പ് ഉണ്ടാവും, അതേപോലെ ഒരു ബോഡി ഉണ്ടാവും. നമുക്ക് അതിനെ ടച്ച് ചെയ്തിട്ട് അല്ലെങ്കിൽ അതിനെ നമുക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റിനെയാണ് നമുക്ക് ടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ലാൻഡ്, മെഷീനറി, ഇതൊക്കെ അതിന് എക്സാമ്പിൾ ആണ്. നമുക്ക് വേണമെങ്കിൽ കണ്ട് മനസ്സിലാക്കാൻ പറ്റുന്ന അസറ്റുകളെയാണ് നമ്മൾ ടാഞ്ചിബിൾ അസറ്റ്. മറ്റൊരു ടൈപ്സ് ഓഫ് അസറ്റ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ്. ടാഞ്ചിബിൾ അസറ്റിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അസറ്റ് ഹാവിംഗ് നോ ഫിസിക്കൽ എക്സിസ്റ്റൻസ്. അതായത് ഇത്തരം അസറ്റുകൾക്ക് ഒരു ഫിസിക്കൽ എക്സിസ്റ്റൻസ് ഉണ്ടാകും. അതായത് നമുക്ക് കാണാൻ പറ്റുന്ന ഒരു രൂപമോ ആകൃതിയോ ഒന്നും അല്ലെങ്കിൽ ഒരു ഷേപ്പോ ഈ ഒരു തരം അസറ്റിന് ഉണ്ടാവില്ല. അതായത് നമുക്ക് കാണാൻ പറ്റില്ല, പക്ഷെ അങ്ങനെ ഒരു ആസ്തി നമ്മുടെ ബിസിനസ്സിൽ ഉണ്ടായിരിക്കും. അത്തരം അസറ്റിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് ഗുഡ് വില്ല്, പാറ്റന്റ് റൈറ്റ്സ്, അതേപോലെ ട്രേഡ് മാർക്കുകൾ. ഇതൊക്കെ ഉണ്ട് എന്ന് പറയാൻ പറ്റുള്ളൂ. അല്ലെങ്കിൽ ഇങ്ങനെ ഒരു അസറ്റ് നമ്മുടെ സ്ഥാപനത്തിന് ഉണ്ട് എന്ന് നമ്മുടെ ബുക്കിലും അക്കൗണ്ടിലൊക്കെ കാണും. എന്നാൽ ഇത്തരം ഒരു അസറ്റിനെ നമുക്ക് സ്ഥാപനത്തിൽ ഒരിക്കലും കാണാനോ അല്ലെങ്കിൽ ടച്ച് ചെയ്യാനോ ഒന്നും കഴിയില്ല. ഇത്തരം അസറ്റിനെയാണ് നമ്മൾ ഇൻടാഞ്ചിബിൾ അസറ്റ് എന്ന് പറയുന്നത്. അത് വേസ്റ്റിംഗ് അസറ്റ്. വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറഞ്ഞാൽ നമ്മളുടെ ഉപയോഗിക്കുന്നതോറും അതിന്റെ വാല്യൂ കുറയുന്ന തരമുള്ള അസറ്റുകൾ. Asset which has exhausted the extent of extraction of assets are called wasting asset. അതായത് അത് നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് അത് കുറഞ്ഞു വരുന്ന അസറ്റ്, അതായത് വേസ്റ്റ് ആയിട്ട് പോകുന്ന അസറ്റിനെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. ഉപയോഗിക്കുന്നതോറും അതിന്റെ വാല്യൂ അല്ലെങ്കിൽ ആ ഒരു അസറ്റ് കുറഞ്ഞുകൊണ്ടിരിക്കും. അത്തരം അസറ്റിനെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് മൈനിങ് ക്വാറീസ്, അതേപോലെ ഓയിൽ ഫീൽഡ്സ്. അതായത് നമ്മളുടെ കരിങ്കല്ല് അല്ലെങ്കിൽ കല്ലുകൾ ഖനനം ചെയ്യുന്നത്, കോറികള്, അതുപോലെ തന്നെ ഓയിൽ പ്ലാന്റ്സ്, അതായത് എണ്ണപ്പാടങ്ങൾ. ഇതൊക്കെ നമ്മൾ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ ഒരു വസ്തു അവിടെ കുറഞ്ഞു വരും. നമ്മള് ചെങ്കൽ കോറിയാണെങ്കിൽ അല്ലെങ്കിൽ കരിങ്കൽ കോറിയാണെങ്കിൽ അവിടെ നമ്മൾ ആ കല്ല്, ആ പാറ ഉപയോഗിക്കുന്നതിനനുസരിച്ച് ആ പാറയുടെ എമൗണ്ട് അല്ലെങ്കിൽ അതിന്റെ അളവ് കുറഞ്ഞുകൊണ്ടിരിക്കും. അതുപോലെ തന്നെയാണ് ഓയിൽ ഫീൽഡിലും അവിടെ നമ്മൾ എണ്ണ ഊറ്റി എടുക്കുന്നതിനനുസരിച്ച് അതിന്റെ അവിടെയുള്ള ആ എണ്ണയുടെ അളവ് കുറയും. ഇത്തരം അസറ്റുകളെയാണ് നമ്മൾ വേസ്റ്റിംഗ് അസറ്റ് എന്ന് പറയുന്നത്. നാലാമതൊരു ടൈപ്പ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ് ഫിക്ടീഷ്യസ് അസറ്റ്. വിച്ച് ടൈപ്പ് ഓഫ് അസറ്റ്സ് നോ റിയൽ വാല്യൂ ബട്ട് ആർ ഷോൺ ഇൻ ദി ബുക്സ് ഓഫ് അക്കൗണ്ട്സ്. ഇത്തരം അസറ്റുകൾ ഒരിക്കലും അതിനൊരു വാല്യൂ ഉണ്ടാവില്ല, പക്ഷേ ഇത് നമ്മളുടെ അക്കൗണ്ടിംഗ് പരമായ ടെക്നിക്ക് അല്ലെങ്കിൽ അവിടെ എന്തെങ്കിലും ടെക്നിക്കൽ റീസൺസിന് വേണ്ടി നമ്മൾ ഉൾപ്പെടുത്തുന്ന തരം അസറ്റുകളെയാണ് നമ്മൾ ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. ഇത്തരം അസറ്റിന് ഒരു വാല്യൂ ഉള്ള അസറ്റ് ഒന്നല്ല, അല്ലെങ്കിൽ അത്തരം ഒരു അസറ്റിന് യാതൊരു വാല്യൂ ഇല്ല. എന്നാൽ അവിടെ ടെക്നിക്കലായിട്ട് നമ്മുടെ അക്കൗണ്ടിലെ ടെക്നിക്കലായിട്ട് ചെയ്ത കാര്യങ്ങൾ ചെയ്തു തീർക്കാൻ വേണ്ടി നമ്മൾ ഉപയോഗിക്കുന്ന തരം അസറ്റിനെയാണ് നമ്മൾ ഫിക്ടീഷ്യസ് അസറ്റ് എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പ്രിലിമിനറി എക്സ്പെൻസസ്, ഡിസ്കൗണ്ട് ഓൺ ഇഷ്യൂ ഓഫ് ഷെയർസ് ആൻഡ് ഡിബെഞ്ചേഴ്സ്. നമ്മുടെ പ്രാരംഭഘട്ടത്തിലുള്ള കുറച്ച് ചെലവുകൾ, അതുപോലെ തന്നെ നമ്മൾ ഷെയറോ അല്ലെങ്കിൽ ഡിബെഞ്ചറോ ഇഷ്യൂ ചെയ്യുമ്പോൾ അതിന് കൊടുക്കാൻ വേണ്ടി മാറ്റി വെക്കുന്ന ഡിസ്കൗണ്ടുകൾ, ഇതിനൊക്കെ നമ്മൾ അസറ്റ് ആയിട്ട് അവിടെ ബുക്കിൽ കാണിക്കും. പക്ഷെ അതിനൊരു റിയൽ ആയിട്ടുള്ള ഒരു വാല്യൂ ഒന്നുമില്ല, അല്ലെങ്കിൽ ഇത്തരം ഒരു അസറ്റിന് വാല്യൂ ഇല്ല എന്നാണ് പറയുന്നത്. ഇത്തരം 4 ടൈപ്സ് ഓഫ് ഫിക്സഡ് അസറ്റ് ആണ് നമുക്ക് പറയാനുള്ളത്. ഇനി അസറ്റിന്റെ തന്നെ മറ്റൊരു ഭാഗമാണ് നമ്മൾ ഫിക്സഡ് അസറ്റ് എന്ന് പറഞ്ഞാൽ. അതുപോലെ തന്നെ മറ്റൊരു അസറ്റ് ആണ് കറന്റ് അസറ്റ്. വിച്ച് അസറ്റ് ആർ ഹാഡ് ഷോർട്ട് ടേം പീരിയഡ് ഇൻ ദി ബിസിനസ്. ഇത്തരം ബിസിനസ്സുകളിൽ ഷോർട്ട് ടേം ആയിട്ട് ബിസിനസ്സിൽ നിലനിൽക്കുള്ളൂ. മാക്സിമം പോയാൽ 1 വർഷം. ആ 1 വർഷത്തിനുള്ളിൽ എന്ത് ചെയ്യും, ഈ അസറ്റ് നമ്മൾ ക്യാഷ് ആക്കി മാറ്റും, അല്ലെങ്കിൽ ക്യാഷിന്റെ മൂല്യമുള്ള മറ്റൊരു വസ്തുവാക്കി മാറ്റാൻ പറ്റുന്ന രീതിയിലുള്ള അസറ്റിനെയാണ് നമ്മൾ കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. അതായത് ഈ ഒരു അസറ്റ്, ഇത്തരം രീതിയിലുള്ള അസറ്റുകൾ കൂടുതൽ കാലം ആ അസറ്റായിട്ട് അല്ലെങ്കിൽ അതുപോലെ ആ സ്ഥാപനത്തിൽ നിലനിൽക്കില്ല. ഈ അസറ്റ് നമ്മൾ പെട്ടെന്ന് ക്യാഷോ അല്ലെങ്കിൽ ക്യാഷിന്റെ മൂല്യമായിട്ടുള്ള മറ്റെന്തെങ്കിലും ആക്കി മാറ്റും. മാക്സിമം പോയാൽ അല്ലെങ്കിൽ 1 വർഷം വരെയൊക്കെ അതിന് ആയുസ് സാധാരണ ഉണ്ടാകാറുള്ളൂ. ഇത്തരം അസറ്റിനെയാണ് നമ്മൾ കറന്റ് അസറ്റ്സ് എന്ന് പറയുന്നത്. ഇതിനുള്ള എക്സാമ്പിൾ ആണ് സ്റ്റോക്സ്, അതേപോലെ ഡെപ്റ്റേഴ്സ്, അതേപോലെ ബിൽസ് റിസീവബിൾ. നമുക്ക് ക്യാഷ് തരാനുള്ളത് അല്ലെങ്കിൽ നമ്മുടെ അടുത്ത് സ്റ്റോക്ക് ഉള്ളത്. സ്റ്റോക്ക് എന്ന് പറഞ്ഞാൽ നമ്മളടുത്ത് വിൽക്കാനായിട്ട് നമ്മൾ സൂക്ഷിച്ചു വെച്ചിട്ടുള്ള പ്രൊഡക്റ്റിനെയാണ് നമ്മൾ സ്റ്റോക്ക് എന്നുകൊണ്ട് ഉദ്ദേശിക്കുന്നത്.
സ്റ്റോക്ക് എന്നുള്ളത് നമുക്ക് അവിടെ കാലാകാലം ഉപയോഗിക്കാൻ അല്ലെങ്കിൽ എടുത്തു വെക്കാനുള്ളതല്ല, പകരം അത് എത്രയും പെട്ടെന്ന് സെയിലാക്കി ക്യാഷ് മാറ്റാനുള്ളതാണ്. അതേപോലെ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത് അതുപോലെ തന്നെയാണ്. കൂടുതൽ കാലം നമ്മൾ ആർക്കും കടം കൊടുക്കാതിരിക്കില്ല, അവരിൽ നിന്ന് മാക്സിമം എത്രയും പെട്ടെന്ന് വാങ്ങാൻ പറ്റുമോ അത്രയും പെട്ടെന്ന് നമ്മൾ അത് എന്ത് ചെയ്യും, തിരിച്ചു വാങ്ങും. അത്രയും അസറ്റുകളെയാണ് നമ്മൾ കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. അപ്പൊ കൂടുതൽ കാലം ബിസിനസ്സിൽ നിലനിൽക്കാത്ത അല്ലെങ്കിൽ പെട്ടെന്ന് ക്യാഷ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റുന്ന തരം അസറ്റുകളെയാണ് നമ്മൾ കറന്റ് അസറ്റ് എന്ന് പറയുന്നത്. ഇനി നമുക്ക് ഇതിൽ പരിചയപ്പെടാനുള്ള മറ്റൊരു ടേമാണ് ലാബിലിറ്റീസ്. ലാബിലിറ്റീസ് എന്ന് വെച്ചാൽ നമ്മൾ പുറത്തുള്ള ഒരു വ്യക്തിയിൽ നിന്നോ അതല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്നോ എന്തെങ്കിലും കടമായിട്ട് എടുക്കുന്നത്. അതായത് നമ്മൾ ക്രെഡിറ്റിനായിരിക്കും സാധനം പർച്ചേസ് ചെയ്യുന്നത്, എന്നിട്ട് അത് എന്ത് ചെയ്യും, നമ്മൾ കുറച്ച് കാലാവധിക്ക് ശേഷം അത് നമ്മൾ തിരിച്ചു കൊടുക്കേണ്ടതായിട്ടുണ്ട്. അത്തരം വസ്തുക്കളെയാണ് നമ്മൾ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ചിലപ്പോൾ നമ്മൾ ബാങ്കിൽ നിന്ന് ലോണായിട്ട് എടുക്കുന്നത് അല്ലെങ്കിൽ വായ്പ എടുക്കുന്നതായിരുന്നു. അതൊക്കെ എന്ത് ചെയ്യണം, ഒരു നിശ്ചിത കാലം കഴിഞ്ഞാൽ നമ്മൾ എന്ത് ചെയ്യണം, അതെല്ലാം തിരിച്ചു കൊടുക്കണം. അതായത് സ്ഥാപനത്തിന്റെ ബാധ്യതകളെയാണ് നമ്മൾ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. സ്ഥാപനം തിരിച്ചു കൊടുക്കേണ്ട അല്ലെങ്കിൽ റീപേയ്മെന്റ് ചെയ്യേണ്ട വസ്തുക്കളെയാണ് നമ്മൾ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അതാണ് ഈ ഒരു നിയമം കൊണ്ട് ഉദ്ദേശിക്കുന്നത്. നമ്മളുടെ സ്ഥാപനം വേറെ ആരെന്തെങ്കിലോ കടം വാങ്ങിയതുണ്ടെങ്കിൽ അത് അല്ലെങ്കിൽ വായ്പ എടുത്തതൊക്കെ ഉണ്ടെങ്കിൽ അതിന്റെ റീപേയ്മെന്റ് നടത്തണം, അതായത് നമ്മൾ തിരിച്ചു കൊടുക്കണം. ചുരുക്കി പറഞ്ഞാൽ ബിസിനസ് സ്ഥാപനത്തിന്റെ ബാധ്യതകളെയാണ് നമ്മൾ ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ലാബിലിറ്റീസ് നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ 2 ടൈപ്സ് ഓഫ് ലാബിലിറ്റീസ് ആണുള്ളത്. ഒന്ന് ലോങ് ടേം ലാബിലിറ്റീസ്. വിച്ച് ടൈപ്സ് ഓഫ് ലാബിലിറ്റീസ് ആർ റീപേയ്മെന്റ് ആഫ്റ്റർ എ ലോങ് ടേം പീരീഡ്. ഇത്തരം ലാബിലിറ്റി, ഇത്തരം ബാധ്യതകളൊക്കെ നമ്മൾ എപ്പോഴും എന്തായിരിക്കും, ഒരുപാട് വർഷങ്ങൾക്ക് ശേഷം റീപേയ്മെന്റ് ചെയ്യേണ്ട ബാധ്യതകളെയാണ് നമ്മൾ ലോങ് ടേം ബാധ്യതകൾ എന്ന് പറയുന്നത്, അല്ലെങ്കിൽ ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. അത് നമ്മൾ പെട്ടെന്ന് തിരിച്ചെടുക്കേണ്ട, ഒരുപാട് വർഷത്തിന് ശേഷം അല്ലെങ്കിൽ കുറച്ച് വർഷത്തിന് ഒന്നിൽ കൂടുതൽ വർഷത്തിന് ശേഷം മാത്രം എന്ത് ചെയ്താൽ മതി, അതിന്റെ റീപേയ്മെന്റ് നടത്തിയാൽ മതി. അത്തരം ബാധ്യതകളെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ലോങ് ടേം ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. മറ്റൊരു ലാബിലിറ്റീസ് ആണ് ഷോർട്ട് ടേം ലാബിലിറ്റീസ് അല്ലെങ്കിൽ കറന്റ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ദീസ് ലാബിലിറ്റീസ് which become due and payable within 1 year. നമ്മൾ ഇത്തരം ലാബിലിറ്റീസ് ഒക്കെ എന്തായിരിക്കും, നമ്മൾ പെട്ടെന്ന് തന്നെ തിരിച്ചടക്കേണ്ടി വരും. അതായത് ഒരു വർഷത്തിനുള്ളിൽ നമ്മൾ തിരിച്ചടക്കേണ്ടതായിട്ടുള്ള ബാധ്യതകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് ഷോർട്ട് ടേം ലാബിലിറ്റീസ് അല്ലെങ്കിൽ കറന്റ് ലാബിലിറ്റീസ് എന്ന് പറയുന്നത്. ഇതിന് എക്സാമ്പിൾ ആണ് ക്രെഡിറ്റേഴ്സ്, ബിൽസ് പേയബിൾ, അതുപോലെ തന്നെ ഔട്ട്സ്റ്റാൻഡിംഗ് എക്സ്പെൻസുകൾ. അടുത്തൊരു ടേമാണ് അക്കൗണ്ടിൽ നമ്മൾ യൂസ് ചെയ്യുന്ന ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള മറ്റൊരു ടേംസ് ആണ് capital. Capital refers to the money or money's worth introduced or invested by the owner into business. അപ്പോ ഒരു സ്ഥാപനത്തിലേക്ക് ക്യാഷ് ആയിട്ടോ ക്യാഷിന്റെ മൂല്യമുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളോ അതിന്റെ ഉടമസ്ഥന് നിക്ഷേപിക്കുന്നതിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അതിന്റെ ഓണർ അതിൽ മുടക്കുന്ന ഇൻവെസ്റ്റ്മെന്റിനെയാണ് നമ്മൾ എന്ന് പറയുന്നത്, അതിൽ മുതൽ മുടക്കുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അത് ക്യാഷ് ആവാം അല്ലെങ്കിൽ ക്യാഷിന്റെ മൂല്യമുള്ള മറ്റെന്തെങ്കിലും വസ്തുക്കളാവാം, അതിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. അതായത് ആ സ്ഥാപനം തുടങ്ങുന്ന സമയത്ത് ആ സ്ഥാപനം തുടങ്ങാൻ വേണ്ടി അതിന്റെ ഓണർ ആദ്യമായിട്ട് ഇൻവെസ്റ്റ് ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ ക്യാപിറ്റൽ എന്ന് പറയുന്നത്. മറ്റൊരു ടേമാണ് ഡ്രോയിങ്സ്. ഇസ് ദി എമൗണ്ട് ഓഫ് ക്യാഷ് ഓർ അതർ അസറ്റ് വിഡ്രോൺ ബൈ ദി ഓണർ ഫോർ ഹിസ് പേഴ്സണൽ പർപ്പസ് അല്ലെങ്കിൽ പേഴ്സണൽ യൂസ്. ഏതെങ്കിലും ഒരു ഓണർ അല്ലെങ്കിൽ ഒരു പാർട്ണർ അയാളുടെ സ്ഥാപനത്തിൽ നിന്നും അയാളുടെ പേഴ്സണൽ ആവശ്യത്തിന് വേണ്ടി ബിസിനസ്സിൽ നിന്ന് എടുക്കുന്ന ക്യാഷോ അതല്ലെങ്കിൽ അസറ്റിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ബിസിനസ് സ്ഥാപനത്തിൽ നിന്ന് അതിന്റെ ഓണേഴ്സ് അവരുടെ പേഴ്സണൽ കാര്യങ്ങൾ ചെയ്യാൻ വേണ്ടി അല്ലെങ്കിൽ പേഴ്സണൽ കാര്യത്തിനായിട്ട് ബിസിനസ്സിൽ നിന്ന് വിഡ്രോ ചെയ്യുന്ന ക്യാഷിനെയോ അതല്ലെങ്കിൽ അസറ്റിനെയാണ് നമ്മൾ ഡ്രോയിങ്സ് എന്ന് പറയുന്നത്. ഈ അടുത്തൊരു ടേമാണ് റവന്യൂ. റവന്യൂ റെപ്രസെന്റ് ദി എമൗണ്ട് ദി ബിസിനസ് ഏൺ ബൈ സെല്ലിംഗ് പ്രൊഡക്റ്റ് ഓർ റെൻഡറിംഗ് സർവീസസ് ടു ഇറ്റ്സ് കസ്റ്റമേഴ്സ്. റവന്യൂ എന്ന് പറഞ്ഞാൽ ഒരു സ്ഥാപനം അവരുടെ കസ്റ്റമേഴ്സിന് അവരുടെ അടുത്തുള്ള ഗുഡ്സ് അല്ലെങ്കിൽ പ്രൊഡക്റ്റോ അതല്ലെങ്കിൽ അവർ കൊടുക്കുന്ന സർവീസോ കൊടുത്തതിന് ശേഷം അതിൽ നിന്ന് ഏൺ ചെയ്യുന്ന എമൗണ്ടിനെയാണ് നമ്മൾ
റവന്യൂ എന്ന് പറയുന്നത്. അതായത് ഒരു സ്ഥാപനം നടത്തുന്നു, ആ സ്ഥാപനത്തിൽ എന്താണോ അവര് പ്രൊഡ്യൂസ് ചെയ്യുന്നത് അല്ലെങ്കിൽ എന്താണോ അവർ വിൽക്കുന്നത്, ആ സാധനം വിറ്റതിന് ശേഷം അതിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, റവന്യൂ എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് എക്സ്പെൻസസ്. ദി എക്സ്പെൻസസ് ഡിനോട്ട്സ് കോസ്റ്റ് ഇൻകേർഡ് ബൈ ദി ബിസിനസ് ഇൻ ദി പ്രോസസ് ഓഫ് ഏർണിംഗ് റവന്യൂസ്. അതായത് ബിസിനസ്സിൽ നമ്മൾ റവന്യൂ ഏൺ ചെയ്യും എന്ന് പറഞ്ഞു. ആ റവന്യൂ ഏൺ ചെയ്യാൻ വേണ്ടി അവിടെ ആ സ്ഥാപനത്തിൽ വരുന്ന ചെലവുകളെയാണ് നമ്മൾ എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അപ്പൊ ഒരു സ്ഥാപനത്തിന് നമ്മൾ റവന്യൂ ഉണ്ടാക്കുക എന്നുള്ളതാണ് ഏതൊരു സ്ഥാപനത്തിന്റെയും മെയിൻ ലക്ഷ്യം. അതിലൂടെ മാത്രമേ ആ സ്ഥാപനത്തിന് കൂടുതൽ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ പറ്റുള്ളൂ. അങ്ങനെ പ്രോഫിറ്റ് ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി നമ്മൾ ചെയ്യും. പക്ഷെ അതിന്റെ ഭാഗമായിട്ട് നമുക്ക് കുറച്ച് ചെലവുകളൊക്കെ വരും. ആ ചെലവുകളെയാണ് നമ്മൾ എന്ന് പറയുന്നത് എക്സ്പെൻസസ് എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് എക്സ്പെൻഡിച്ചർ. എക്സ്പെൻഡിച്ചർ ഈസ് ദി എമൗണ്ട് ഓഫ് റിസോഴ്സസ് കൺസ്യൂമർ. അതായത് ഒരു സ്ഥാപനത്തിന് നമ്മൾ എന്തൊക്കെ വസ്തുക്കളാണ് യൂസ് ചെയ്യുന്നത് അതിന് മൊത്തത്തിൽ പറയുന്ന പേരാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. ഒരു സ്ഥാപനം മുന്നോട്ട് കൊണ്ടുപോകാൻ ഒരുപാട് ചെലവുകൾ വരും. റവന്യൂ ഉണ്ടാക്കാനല്ലാതെ വേറെ ഒരുപാട് ചെലവുകളൊക്കെ ഉണ്ടാവും. അങ്ങനെ എല്ലാ ചെലവുകളെയും ഉൾപ്പെടുത്തി നമ്മൾ പറയുന്ന ഒരു പേരാണ് എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. എക്സ്പെൻഡിച്ചർ നമ്മൾ രണ്ടായിട്ട് ക്ലാസിഫൈ ചെയ്തിട്ടുണ്ട്. ഒന്ന് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ, മറ്റൊന്ന് റവന്യൂ എക്സ്പെൻഡിച്ചർ. അതിൽ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്താ നോക്കാം. എക്സ്പെൻഡിച്ചർ വിച്ച് ഹാവ് ബീൻ ഇൻകേർഡ് ടു ഡിറൈവ് ലോങ് ടേം അഡ്വാൻറ്റേജസ് ഫോർ ബിസിനസ്. ഒരു സാധനം മുടക്കാൻ അല്ലെങ്കിൽ ഒരു എമൗണ്ട് മുടക്കാൻ അതിന് നമുക്ക് അതിന്റെ ഗുണം നമുക്ക് ഒരുപാട് വർഷത്തേക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അത്തരം എക്സ്പെൻസുകളെയാണ് നമ്മൾ ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അപ്പോൾ ഒരു സംഗതി മുടക്കുമ്പോൾ, ഒരു എക്സ്പെൻഡിച്ചർ നടത്തുമ്പോൾ ആ എക്സ്പെൻഡിച്ചറിൽ നിന്നും അതിന്റെ ഭാഗമായിട്ട് നമുക്ക് ആ സ്ഥാപനത്തിൽ കിട്ടും ഒന്നിൽ കൂടുതൽ വർഷം അതിന്റെ അഡ്വാൻറ്റേജസ് നമുക്ക് ലഭിക്കും. അത്തരം എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ പറയുന്നത് ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പർച്ചേസസ് ഓഫ് ഫിക്സഡ് അസറ്റ്. നമ്മൾ സ്ഥാപനത്തിലേക്ക് എന്ത് ചെയ്യാം, ഫിക്സഡ് അസറ്റുകളൊക്കെ വാങ്ങും. അപ്പൊ നമ്മൾ നേരത്തെ പറഞ്ഞു ഫിക്സഡ് അസറ്റ് എന്താന്ന് പറഞ്ഞു. അപ്പൊ ഫിക്സഡ് അസറ്റ് വാങ്ങുന്നത് കൊണ്ട് നമുക്ക് അവിടെ ചെലവ് വരും. പക്ഷെ ആ ചെലവ് കൊണ്ട് നമുക്ക് എന്ത് കിട്ടും, സ്ഥാപനത്തിലേക്ക് ഒരു അസറ്റ് കിട്ടും. ആ അസറ്റ് നമുക്ക് എന്ത് ചെയ്യാം, സ്ഥാപനത്തിൽ ഒരുപാട് കാലം നമുക്കത് യൂസ് ചെയ്യാം. അപ്പൊ അതിനു വേണ്ടി നമ്മൾ ഒരുപാട് കാലം യൂസ് ചെയ്യാൻ വേണ്ടി ഒരു അസറ്റ് വാങ്ങും. ആ അസറ്റിന് നമ്മൾ മുടക്കും. അങ്ങനത്തെ എക്സ്പെൻഡിച്ചറിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ക്യാപിറ്റൽ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. റവന്യൂ എക്സ്പെൻഡിച്ചർ മറ്റൊരു ടേമാണ് റവന്യൂ എക്സ്പെൻഡിച്ചർ. ഇഫ് ദി ബെനിഫിറ്റ് ഓഫ് എക്സ്പെൻഡിച്ചർ എക്സ്പയർ വിത്തിൻ എ ഇയർ. നമ്മൾ ഇങ്ങനെ ഒരു എമൗണ്ട് മുടക്കിയാലും അതിന്റെ ബെനിഫിറ്റ് നമുക്ക് ഒരു വർഷത്തിനുള്ളിൽ എക്സ്പയർ ആകും. അല്ലെങ്കിൽ ഒരു വർഷം മാത്രമേ മാക്സിമം പോയാൽ അതിന്റെ ബെനിഫിറ്റ് നമുക്ക് നമ്മുടെ സ്ഥാപനത്തിലേക്ക് കിട്ടുകയുള്ളൂ. അത്തരം എക്സ്പെൻഡിച്ചേഴ്സിനെയാണ് നമ്മൾ എന്ന് പറയുന്നത് റവന്യൂ എക്സ്പെൻഡിച്ചർ എന്ന് പറയുന്നത്. അതിന് എക്സാമ്പിൾ ആണ് പേയ്മെന്റ്സ് ഓഫ് സാലറീസ് ആൻഡ് വേജസ്. അപ്പൊ നമ്മുടെ സ്ഥാപനത്തിലെ വർക്കേഴ്സിന് നമ്മൾ സാലറി കൊടുത്താൽ മാക്സിമം അവരൊരു മാസത്തേക്ക് അല്ലെങ്കിൽ ഒരു വർഷത്തേക്കൊക്കെയുള്ള സാലറിയാണ് നമ്മൾ കൊടുക്കുന്നത്. പക്ഷെ അതിന്റെ ആ ഒരു ബെനിഫിറ്റ് ആ ഒരു കാലയളവിലേക്ക് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. അതേപോലെ തന്നെ കൂലി വേജസ് കൊടുത്താലും ഒരു നിശ്ചിത ജോലി പറഞ്ഞിട്ടുണ്ടാവും. ആ ജോലിക്കുള്ള കൂലിയാണ് നമ്മൾ കൊടുക്കുന്നത്. അപ്പൊ അതിനുള്ള ഒരു ബെനിഫിറ്റ് മാത്രമേ നമുക്ക് ലഭിക്കുകയുള്ളൂ. ഇനി മറ്റൊരു ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള അക്കൗണ്ടിംഗ് ടേംസ് ആണ് ലോസ്. It is the gross decreases of assets or gross increases of liabilities, excess of expenses over revenue. ലോസ് എന്ന് പറഞ്ഞാൽ ആ സ്ഥാപനത്തിന് ഉണ്ടാകുന്ന നഷ്ടമാണ് ഇവിടെ ലോസ് എന്ന് പറയുന്നത്. ലോസ് എങ്ങനെയൊക്കെ ഉണ്ടാവും, നമ്മളുടെ അസറ്റിന്റെ വില കുറഞ്ഞാൽ നമുക്ക് നഷ്ടം ഉണ്ടാവും. നമ്മുടെ ഒരു അസറ്റിന്റെ വില നമ്മൾ വാങ്ങുന്ന സമയത്തുള്ള വില കുറഞ്ഞാലേ നമുക്ക് അതെന്താണ് നഷ്ടം ഉണ്ടാവും. അതേപോലെ നമ്മളുടെ ലാബിലിറ്റി, നമ്മളുടെ ബാധ്യത കൂടിയാലും നമുക്ക് എന്തുണ്ടാവും, നഷ്ടം വരും. നമ്മള് ലോൺ എടുത്ത് അത് തിരിച്ചെടുക്കുമ്പോൾ കുറച്ച് എമൗണ്ട് കൂടിയാലും അതിന് നമുക്ക് നഷ്ടമാണ്. അതുപോലെ തന്നെ മറ്റൊരു ലോസ് ആണ് നമ്മളുടെ റവന്യൂവിനേക്കാൾ നമുക്ക് എന്ത് വരിക, ചെലവ് വരും, എക്സ്പെൻസ് വരും. നമുക്ക് കിട്ടുന്ന വരവിനേക്കാൾ എന്ത് ചെയ്യുക, ചെലവ് കൂടുമ്പോൾ നമുക്ക് നഷ്ടമാണ്. മറ്റൊരു ടേമാണ് പ്രോഫിറ്റ്. ലോസിന്റെ നേരെ ഓപ്പോസിറ്റ് ആണ് പ്രോഫിറ്റ്. പ്രോഫിറ്റ് ഈസ് ദി എക്സസ് ഓഫ് റവന്യൂ ഓവർ എക്സ്പെൻസസ് ഇൻ എ അക്കൗണ്ടിംഗ് പീരിയഡ്. ഒരു അക്കൗണ്ടിംഗ് പീരിയഡില്, ഒരു അക്കൗണ്ടിങ്ങിന്റെ കാലയളവില് നമ്മളുടെ എക്സ്പെൻസിനേക്കാൾ റവന്യൂ കൂടിയാൽ അതിനെ പറയുന്ന പേരാണ് പ്രോഫിറ്റ് എന്ന് പറയുന്നത്. അപ്പോ ചെലവ് കുറവായിരിക്കും, വരവ് കൂടുതലായിരിക്കും.
അത്തരം സാഹചര്യത്തിനെയാണ് അല്ലെങ്കിൽ ആ ഒരു ഡിഫറൻസിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പ്രോഫിറ്റ് എന്ന് പറയുന്നത്. പിന്നെ മറ്റൊരു ടേമാണ് ഇൻകം. ഇൻകം ഈസ് ദി ഇൻക്രീസ് ദി നെറ്റ് വർത്ത് ഓഫ് ആൻ ഓർഗനൈസേഷൻ either from business activities or other activities. ഒരു ബിസിനസ് സ്ഥാപനത്തിൽ നടക്കുന്ന ടോട്ടൽ ആയിട്ടുള്ള ഏർണിങ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഇൻകംസ് എന്ന് പറയുന്നത്. അതായത് ബിസിനസ്സിൽ നിന്ന് കിട്ടുന്ന മാത്രം, അല്ലെങ്കിൽ നമ്മൾ എന്ത് ബിസിനസ് ആണോ ചെയ്യുന്നത് ആ ബിസിനസ്സിൽ നിന്ന് മാത്രം കിട്ടുന്ന ഏർണിങ്സിനെ നമ്മൾ റവന്യൂ എന്ന് പറഞ്ഞു. ഇൻകം എന്ന് പറഞ്ഞാൽ ബിസിനസ് ചെയ്തിട്ട് കിട്ടുന്ന എമൗണ്ടും അതേപോലെ ബിസിനസ്സിൽ നിന്ന് വേറെ ഏതെങ്കിലും വഴിക്ക് നമുക്ക് കിട്ടുന്ന ഏർണിങ്സിനെയും എല്ലാം കൂടി ഒരുമിച്ചാണ് നമ്മൾ പറയുന്നത് ഇൻകം എന്നാണ് പറയുന്നത്. അതായത് നമ്മൾ പ്രൊഡക്റ്റ് സെയിൽ ചെയ്തിട്ട് കിട്ടുന്നത് റവന്യൂ. അതുപോലെ തന്നെ നമ്മളുടെ സ്ഥാപനത്തിൽ ഉണ്ടാകുന്ന ചില പഴയ അസറ്റ് വിറ്റിട്ട് അല്ലെങ്കിൽ പഴയ എന്തെങ്കിലും ന്യൂസ് പേപ്പറോ അല്ലെങ്കിൽ അങ്ങനത്തെ എന്തെങ്കിലും കാര്യങ്ങളോ വിറ്റാല് നമുക്ക് എന്ത് കിട്ടും, കുറച്ച് ക്യാഷ് കിട്ടും. പക്ഷെ അതൊന്നും നമ്മളുടെ ബിസിനസ് അല്ല, പക്ഷെ നമ്മളുടെ ബിസിനസിന്റെ മറ്റൊരു ആക്ടിവിറ്റിയിൽ നിന്ന് കിട്ടുന്ന ഏർണിങ്സ് ആണ് ആ ഒരു ഏർണിങ്സ്. അപ്പൊ ഈ രണ്ട് ഏർണിങ്സ് പാടി കൂടിയതാണ്. ബിസിനസ് പ്രവർത്തനങ്ങളിൽ നിന്നും ബിസിനസ് അല്ലാത്ത പ്രവർത്തനങ്ങളിൽ നിന്നും ആ സ്ഥാപനം ഏൺ ചെയ്യുന്ന ടോട്ടൽ ഏർണിങ്ങിനെയാണ് നമ്മൾ ഇൻകം എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് ഗുഡ്സ്. ഗുഡ്സ് റെഫേഴ്സ് ടു ദി കമ്മോഡിറ്റീസ് ഓർ തിങ്സ് ഓർ പ്രൊഡക്ട്സ് which a trader deal with the business. ഒരു സ്ഥാപനത്തില് ആ സ്ഥാപനം നടത്തുന്ന ആൾ എന്താണോ ഡീൽ ചെയ്യുന്ന പ്രൊഡക്റ്റ് അതിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. നമ്മളൊരു സ്ഥാപനം നടത്തുന്നു, ആ സ്ഥാപനത്തിൽ എന്തെങ്കിലും ഒന്ന് സെയിൽ ചെയ്യാനായിരിക്കും നമ്മൾ ആ സ്ഥാപനം നടത്തുന്നത്. അത്തരം സ്ഥാപനത്തിൽ എന്താണോ നമ്മൾ സെയിൽ ചെയ്യുന്നത് ആ വസ്തുവിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗുഡ്സ് എന്ന് പറയുന്നത്. ഒരു സ്റ്റേഷനറി കടയാണെങ്കിൽ ആ സ്റ്റേഷനറി കടയിൽ നമുക്ക് ഉണ്ടാകാം പെൻസില്, പേന, അതേപോലെ തന്നെ ബുക്സ്, ഇതൊക്കെയാണ് അവിടെ കച്ചവടം ചെയ്യുന്നത്. അതിൽ നിന്ന് കിട്ടുന്ന അല്ലെങ്കിൽ ആ ഒരു സ്ഥാപനത്തിൽ എന്താണോ ഡീൽ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ ഗുഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ടെക്സ്റ്റൈൽസിലാണെങ്കിൽ അവിടെ ഉള്ള ഡ്രസ്സസ് ആണ് അവിടുത്തെ സ്റ്റോക്സ് അല്ലെങ്കിൽ ഗുഡ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഫർണിച്ചർ സ്ഥാപനമാണെങ്കിൽ, ഫർണിച്ചർ ഡീലർ ആണെങ്കിൽ അവിടെ ഫർണിച്ചർ ഐറ്റംസ് ആയിട്ട് നമ്മൾ ചെയർസ്, ഇതൊക്കെയാണ് അവിടെ കൈമാറ്റം ചെയ്യുന്നത്. അപ്പൊ അവിടുത്തെ ഗുഡ്സ് എന്ന് പറയുന്നത് എന്താണ്, ആ ഫർണിച്ചർ ഐറ്റംസ് ആണ്. അപ്പൊ ഒരു സ്ഥാപനത്തിൽ എന്താണോ ഡീൽ ചെയ്യുന്നത്, എന്താണോ സെയിൽ ചെയ്യുന്നത് അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, ഗുഡ്സ് എന്ന് പറയുന്നത്. അടുത്തൊരു ടേമാണ് പർച്ചേസസ്. ഒരു സ്ഥാപനത്തിൽ സെയിൽ ചെയ്യാൻ വേണ്ടി, നമുക്ക് വിൽക്കാൻ വേണ്ടി നമ്മൾ എന്തെങ്കിലും വസ്തുക്കൾ വാങ്ങി കൂട്ടുന്നുണ്ടെങ്കിൽ അതിനെയാണ് നമ്മൾ പർച്ചേസ് എന്ന് പറയുന്നത്. അപ്പൊ നമ്മൾ പറഞ്ഞു, നമ്മളൊരു ഡ്രസ്സ് വിൽക്കുന്ന അല്ലെങ്കിൽ ടെക്സ്റ്റൈൽ ഷോപ്പ് ആണെങ്കിൽ നമ്മളവിടെ ഡ്രസ്സാണ് ഡീൽ ചെയ്യുന്നത്. അപ്പൊ ആ ഡ്രസ്സ് ഡീൽ ചെയ്യുന്ന സമയത്ത് നമ്മൾ വേറൊരു സ്ഥാപനത്തിൽ നിന്ന് എന്ത് ചെയ്യും, കുറെ ബൾക്കായിട്ട് കുറെ ക്വാണ്ടിറ്റി ഡ്രസ്സ് നമ്മൾ ഇങ്ങോട്ട് കൊണ്ടുവരും. അതിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പർച്ചേസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ നമ്മൾ വിൽക്കാൻ വേണ്ടി പുറത്തുനിന്ന് എന്തെങ്കിലും സാധനം ഗുഡ്സ് കൊണ്ടുവരുന്നതിനെയാണ്, അത് ക്യാഷ് ആയിട്ടാവാം അതല്ലെങ്കിൽ ക്രെഡിറ്റ് ആയിട്ടാവാം, കടത്തിനും ആവാം ക്യാഷിനും ആവാം, അങ്ങനെ കൊണ്ടുവരുന്ന ആ പ്രോസസ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, പർച്ചേസ് എന്ന് പറയുന്നത്. അടുത്തൊരു ടേംസ് ആണ് സെയിൽസ്. പർച്ചേസിന്റെ നേരെ ഓപ്പോസിറ്റ് സെയിൽസ്. ഇറ്റ് റെഫേഴ്സ് ടു പ്രൊസീഡ്സ് ഓഫ് സോൾഡ് ഗുഡ്സ് ഓർ റെസീപ്റ്റ്സ് ഫോർ സർവീസ് റെൻഡേർഡ് ബൈ ദി ബിസിനസ്. ഒരു ബിസിനസ് സ്ഥാപനം ഗുഡ്സ് വിൽക്കുന്ന പ്രവർത്തനത്തെയോ അല്ലെങ്കിൽ സർവീസ് പ്രൊവൈഡ് ചെയ്യുന്ന പ്രവർത്തനത്തെയോ പറയുന്ന പേരാണ് സെയിൽസ് എന്ന് പറയുന്നത്. നമ്മൾ നേരത്തെ റവന്യൂ ഉണ്ടാക്കുക എന്ന് പറഞ്ഞില്ലേ, ആ റവന്യൂ ഉണ്ടാക്കാൻ വേണ്ടി നടത്തുന്ന പ്രവർത്തനത്തിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. ചുരുക്കി പറഞ്ഞാൽ വിൽക്കുന്ന ആ പ്രവർത്തനത്തിനെയാണ് നമ്മൾ സെയിൽസ് എന്ന് പറയുന്നത്. അത് പറയുന്നത് സ്റ്റോക്ക്. ഒരു ടേമാണ് സ്റ്റോക്ക്. നമ്മൾ നേരത്തെ പറഞ്ഞു ഗുഡ്സ് എന്ന് എന്താണെന്നുള്ളത് പറഞ്ഞു. അപ്പൊ ഒരു സ്ഥാപനത്തില് നമ്മൾ എന്ത് ചെയ്യും, ഗുഡ്സ് സാധനം വിൽക്കാൻ വേണ്ടി ഒരുപാട് സാധനങ്ങൾ പർച്ചേസ് ചെയ്യും. ആ പർച്ചേസ് ചെയ്യും ഒരു കാലയളവ് ഒരു അക്കൗണ്ട് ഇയർ കഴിഞ്ഞാൽ ആ വർഷം അവസാനിക്കുന്ന സമയത്ത് നമ്മുടെ അടുത്ത് ചിലപ്പോൾ നമ്മൾ വാങ്ങിയ വസ്തുക്കളിൽ നിന്ന് വിൽക്കാത്തതായിട്ട് അവിടെ ഉള്ള ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത്, സ്റ്റോക്ക് എന്ന് പറയുന്നത്. ശരിക്കും പറഞ്ഞാൽ അൺസോൾഡ് ഗുഡ്സ് ആർ കാൾഡ് സ്റ്റോക്ക്. അതായത് നമ്മൾ സാധനങ്ങൾ വാങ്ങുമ്പോൾ ഒരുപാട് ഐറ്റംസ് ഒരുമിച്ചാണ് വാങ്ങുന്നത്. ഒരു കാലയളവ് അല്ലെങ്കിൽ ഒരു വർഷത്തിന് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലപ്പോൾ ആ വസ്തുക്കളെ എല്ലാം കൂടി വിൽക്കാൻ കഴിയില്ല.
ഇങ്ങനെ വിൽക്കാൻ പറ്റാതെ അല്ലെങ്കിൽ അൺസോൾഡ് ആയിട്ട് നമ്മുടെ സ്ഥാപനത്തിൽ ബാക്കിയുള്ള ഐറ്റംസിനെയാണ് ഗുഡ്സിനെയാണ് നമ്മൾ എന്ത് പറയുന്നത് സ്റ്റോക്ക് എന്ന് പറയുന്നത്. അടുത്ത ഒരു ടേമാണ് ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട് റിസീവബിൾസ്. A debtor is a person who owes money to the business as he has received some benefit from the business. അതായത് ഡെപ്റ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു മനുഷ്യനാണ്, ഒരു ആളാണ്, ഒരു വ്യക്തിയാണ്. ആ വ്യക്തി എന്താണ് നമ്മളുടെ സ്ഥാപനത്തിൽ നിന്നും എന്തെങ്കിലും ഒരു ബെനിഫിറ്റ് സ്വീകരിച്ചിട്ടുണ്ട്, അതിനുള്ള ക്യാഷ് അയാൾ നമുക്ക് തന്നിട്ടില്ല. അത്തരം വ്യക്തികളെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അതായത് നമ്മൾ ഒരു വിൽക്കുന്ന സ്ഥാപനത്തിൽ ചിലപ്പോൾ നമ്മൾ എന്തെങ്കിലും കടത്തിന് സാധനം വിൽക്കും. കടത്തിന് സാധനം വിറ്റാൽ അയാൾ എന്ത് ചെയ്തു, ആ സാധനം നമ്മൾ സ്ഥാപനത്തിൽ നിന്ന് കൊണ്ടുപോയി, പക്ഷെ അതിനുള്ള ക്യാഷ് അയാൾ ലഭിച്ച് തന്നിട്ടില്ല. ഇത്തരം ആൾക്കാരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. നമുക്ക് ക്യാഷ് സ്ഥാപനത്തിലേക്ക് ഇങ്ങോട്ട് ക്യാഷ് തരാനുള്ള ആൾക്കാരെയാണ് നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയുന്നത്. അത് ഒരു വ്യക്തിയെ നമ്മൾ ഡെപ്റ്റേഴ്സ് എന്ന് പറയും. ഒരുപാട് ഡെപ്റ്റേഴ്സ് കൂടി ചേർന്നാൽ അതിനെ നമ്മൾ സൺഡ്രി ഡെപ്റ്റേഴ്സ് എന്ന് പറയും, അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയും. അതായത് ഒരു സ്ഥാപനത്തിൽ നിന്ന് ഒരുപാട് ആൾക്കാർ എന്ത് ചെയ്യാനുണ്ടാവും, ക്യാഷ് തിരിച്ചു തരാനുണ്ടാവും. ആ ആൾക്കാരെ എല്ലാം കൂടി ഒരുമിച്ച് പറയുന്ന പേരാണ് സൺഡ്രി ഡെപ്റ്റേഴ്സ് അല്ലെങ്കിൽ അക്കൗണ്ട്സ് റിസീവബിൾ എന്ന് പറയുന്നത്. ഇനി മറ്റൊരു ടേംസ് ആണ്, ഇതിന്റെ നേരെ ഓപ്പോസിറ്റ് ടേംസ് ആണ് ക്രെഡിറ്റേഴ്സ് ഓർ അക്കൗണ്ട്സ് പേയേഴ്സ്. A creditor is a person to whom business owes money as he has given some benefit to the business. അതായത് ക്രെഡിറ്റേഴ്സ് എന്ന് പറഞ്ഞാൽ ഒരു വ്യക്തിയാണ്, അയാളുടെ അടുത്ത് നിന്നും സ്ഥാപനം എന്തെങ്കിലും കാര്യം സാധിച്ചതിന് ശേഷം അയാൾക്ക് നമ്മൾ ക്യാഷ് കൊടുക്കാനുണ്ടെങ്കിൽ അയാൾ പറയുന്ന പേരാണ് ക്രെഡിറ്റേഴ്സ്. ഏതെങ്കിലും ഒരു വ്യക്തിയിൽ നിന്ന് അല്ലെങ്കിൽ ഒരു സ്ഥാപനത്തിൽ നിന്ന് എന്തെങ്കിലും അവരുടെ എന്തെങ്കിലും ബെനിഫിറ്റ് നമ്മൾ സ്വീകരിച്ചു, പക്ഷെ അതിന് റിട്ടേൺ കൊടുക്കേണ്ട ക്യാഷ് നമ്മൾ തിരിച്ചു കൊടുത്തിട്ടില്ല. അപ്പൊ നമ്മൾ ക്യാഷ് അങ്ങോട്ട് കൊടുക്കാനുള്ള ആളാണ്, അവരെയാണ് നമ്മൾ എന്ത് പറയുന്നത് ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. സ്ഥാപനം ക്യാഷ് കൊടുക്കാനുള്ള ആളെയാണ് നമ്മൾ ക്രെഡിറ്റേഴ്സ് എന്ന് പറയുന്നത്. അതുപോലെ തന്നെ ഒരു പേഴ്സണൽ അല്ലെങ്കിൽ ഒരു വ്യക്തിയെ നമ്മൾ ക്രെഡിറ്റർ എന്ന് പറയും. അതിന്റെ ഒരു കളക്റ്റീവ് അല്ലെങ്കിൽ ഒരുപാട് ക്രെഡിറ്റേഴ്സ് കൂടിച്ചേർന്നാൽ അവരെ നമ്മൾ എന്ന് പറയും സൺഡ്രി ക്രെഡിറ്റേഴ്സും അതേപോലെ അക്കൗണ്ട്സ് പേയബിൾ എന്നാണ് പറയുന്നത്. ഇത്രയാണ് നമ്മൾ അക്കൗണ്ടിങ്ങിൽ സാധാരണയായിട്ട് യൂസ് ചെയ്യുന്ന ബേസിക് ആയിട്ടുള്ള അക്കൗണ്ടിങ് ടേംസ് എന്ന് പറയുന്നത്. ഇത്തരം കാര്യങ്ങൾ നമ്മൾ ഇനി അക്കൗണ്ട്സിന്റെ മറ്റ് ഭാഗങ്ങളിലേക്ക്, അക്കൗണ്ടിങ്ങിന്റെ മറ്റ് ചാപ്റ്ററുകളിലേക്ക് പോകുമ്പോൾ നമുക്ക് കൂടുതലായിട്ട് പരിചയപ്പെടാൻ പറ്റും. അതിന് മുന്നേ ബേസിക് ആയിട്ടുള്ള കുറച്ച് ടേംസ് അതിന് മുന്നേ പറഞ്ഞു എന്നുള്ള ഇൻട്രൊഡക്ഷനിൽ. അപ്പൊ ഇത്രയാണ് നമ്മളെ ഇന്നത്തെ ക്ലാസ്സിൽ നമ്മൾ ചർച്ച ചെയ്യുന്നത്. അപ്പൊ ഇതോടുകൂടി നമ്മളുടെ ഈ ഫസ്റ്റ് ചാപ്റ്റർ ഇവിടെ അവസാനിക്കുകയാണ്. ഇൻട്രൊഡക്ഷൻ ടു അക്കൗണ്ടിങ് എന്ന് പറഞ്ഞ ചാപ്റ്റർ അവസാനിക്കുകയാണ്. അപ്പൊ അടുത്ത ചാപ്റ്റർ നമുക്ക് അടുത്ത ക്ലാസ്സിൽ തുടങ്ങാം. അപ്പൊ അതുവരെ ഓക്കെ.